അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് 5 പൈസ പോലും അടിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തത് ജനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത്. ഈ മല്ലു ബോയ്സിൻ്റെ ചിരി കണ്ടാൽ ഏതാണ്ട് പുണ്യകർമ്മം ചെയ്തതുപോലെയാണ് പോലീസ് സ്റ്റേഷനിലെ നിൽപ്പ്. സ്വന്തമായി ഒരു ചാനലുണ്ടായതിനാൽ അല്പം ആവേശം കൂടിപ്പോയതാണ് ഗെയ്സ്. പിന്നെ ഏമാന്മാർ വന്ന് കൂട്ടിക്കൊണ്ട് കുടുംബത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോരുന്നപ്പോഴാണ് അല്പം തെളിഞ്ഞു കത്തിയത്. അഞ്ചൽ ഇളവറാങ്കുഴി സ്വദേശി രാജേഷ് ചെയ്തത് വലിയ കുറ്റമൊന്നുമല്ലെന്നാണ് ഭാവം. പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അല്പം വൈറലാവാൻ വേണ്ടി സ്വന്തമായ യൂട്യൂബ് ചാനലായ മല്ലു ബോയ്സിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്ന് പറഞ്ഞു. ഗെയ്സുകളുടെ കമൻറ്റും ലൈക്കുമൊക്കെ പറന്നെത്തുമെന്ന് കരുതി സ്വപ്നം കണ്ടിരുന്ന പാവം ഇളവറാങ്കുഴിയെ തേടിയെത്തിയത് ഗെയ്സുകളല്ല, പോലീസായിരുന്നു എന്ന് മാത്രം. ഏരൂർ പോലീസ് എത്തി പുതിയ നിയമം അനുസരിച്ചുള്ള പടികളൊക്കെ ചാർത്തി ഗെയ്സിനെ ജാമ്യത്തിൽ വിട്ടെന്നാണ് അറിവ്. അതുകൊണ്ട് വൈറലാവാൻ കൊതിച്ച് ദുരിതാശ്വാസ നിധിക്കെതിരെ ആരും സംസാരിക്കണ്ട. പോലീസ് കുടുംബത്തിൽ കയറി വൈറലാക്കേണ്ടി വരും. അയാളുടെ യൂട്യൂബ് മീഡിയ വഴിയും ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴിയും അയാൾ മെസ്സേജ് അയച്ചിട്ടുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് 5 പൈസ പോലും അടിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തത് ജനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് നിയമപരമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതികരിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു ആൾ അയാളുടെ യൂട്യൂബ് വീഡിയോ വഴി ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴി കമൻറ്റ് ഇട്ടിട്ടുള്ളതാണ്. അത് 5 പൈസ പോലും കൊടുക്കരുത് എന്നുള്ള ഒരു എഗൻസ്റ്റായിട്ടുള്ള വീഡിയോ ആണ്. അത് ആയിരക്കണക്കിന് ആൾക്കാർ കിട്ടുന്ന സൗകര്യങ്ങൾ ഒഴിവാക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഇത് പോലീസ് നേരിട്ട് സുമോട്ടായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു.